നമസ്കാരം സുഹൃത്തുക്കളെ. ടാറോട്ട് ലവ് എനർജീസ് എന്ന നമ്മുടെ ഈ ചാനലിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വായനയുടെ തലക്കെട്ടെന്ന് പറയുന്നത് 2 പ്രാവശ്യം ഈ വായന കാണുക, നിങ്ങളുടെ വ്യക്തിയുടെ ചിന്തകൾ അറിയാം. അപ്പോൾ വായനയിലേക്ക് പോകുന്നതിന് തൊട്ട് മുൻപായി പേഴ്സണൽ റീഡിങ്ങിന് താല്പര്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തേക്കാം. എനിക്ക് മെസ്സേജ് ചെയ്യുക. ബാക്കി വിശദാംശങ്ങൾ ഞാൻ അവിടെ പറയുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വായനയിലേക്ക് കടക്കാം. ഈ ഒരു വീഡിയോ 2 പ്രാവശ്യം തുടർച്ചയായി കാണാൻ ശ്രമിക്കുക. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ മുഖവും അല്ലെങ്കിൽ അവരുടെ പേരോ നല്ല രീതിയിൽ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഈ വായന 2 പ്രാവശ്യം കാണാനായി ശ്രമിക്കുക. തീർച്ചയായും നിങ്ങളുടെ വ്യക്തിയുടെ ചിന്തകൾ ഇവിടെ വരുന്നതായിരിക്കും. നമുക്കപ്പോൾ വായനയിലേക്ക് കടക്കാം. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി വളരെയധികം ആധികാരികമായാണ് ഓരോ കാര്യങ്ങളെക്കുറിച്ചും ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഏറ്റവും എടുത്ത് ഉയർത്തി പറയുകയാണെങ്കിൽ നിങ്ങളുമായുള്ള പ്രണയബന്ധത്തെക്കുറിച്ച് തന്നെയാണ്. അതായത് ഈ വ്യക്തിക്ക് നിങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോഴോ നിങ്ങളുമായിട്ടുള്ള പ്രണയബന്ധത്തെക്കുറിച്ച് ആലോചിക്കുമ്പോഴോ വളരെയധികം മാനസിക സമാധാനമാണ് ഈ വ്യക്തിയുടെ മനസ്സിലേക്ക് വരുന്നത്. ഒരു അമ്മ കുഞ്ഞിനെ ആശ്വസിപ്പിക്കുന്നത് പോലെയാണ് നിങ്ങളുമായുള്ള പ്രണയബന്ധത്തെ ഈ വ്യക്തി നോക്കിക്കാണുന്നത്. ഈ വ്യക്തി ഏത് തരത്തിലുള്ള പ്രശ്നങ്ങളിലായാലും പ്രതിസന്ധികളിലായാലും ആത്മവിശ്വാസമില്ലാത്ത ഒരു സാഹചര്യത്തിലായാലും മോശപ്പെട്ട ഒരവസ്ഥയിലാണെങ്കിൽ പോലും ഈ വ്യക്തിക്ക് ഒരാശ്വാസമായി വരുന്നത് നിങ്ങളുമായുള്ള പ്രണയബന്ധം തന്നെയാണ്. ഈ വ്യക്തിക്ക് മുന്നോട്ട് ജീവിക്കാനുള്ള പ്രചോദനവും ഈ വ്യക്തിയുടെ മനസ്സിന് കൂടുതൽ കോൺഫിഡൻസ്, അതായത് ആത്മധൈര്യം നേടിക്കൊണ്ട് മുന്നോട്ട് വളരെ വിജയകരമായി കൊണ്ടുപോകാൻ ഈ വ്യക്തിയെ കൊണ്ട് സാധിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഈ വ്യക്തി തകർന്നിരുന്ന പല സാഹചര്യവും ഈ വ്യക്തി വേണ്ട എന്ന് വെച്ചിട്ടുണ്ട്. അതായത് ഞാൻ തോറ്റു, എന്നെ കൊണ്ടിനി പറ്റില്ല, ഞാൻ ഇനി മുന്നോട്ട് പോകാൻ കഴിയില്ല, എൻ്റെ ജീവിതം തോറ്റു എന്നുള്ള ചിന്തകളിൽ നിന്നും ഈ വ്യക്തി മാറി ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു. വളരെ സന്തോഷത്തിലും വളരെ മാനസികപരമായിട്ടുള്ള ഒരു വീണ്ടെടുപ്പിനെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഈ വ്യക്തിക്കുണ്ടായിരുന്ന പല ദുശീലങ്ങളും, മോശപ്പെട്ട സ്വഭാവങ്ങൾ, ഉദാഹരണത്തിന് അമിതമായി ദേഷ്യപ്പെടുക, മദ്യപാനം, അല്ലെങ്കിൽ ഷൗട്ട് ചെയ്യുക, അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഈ വ്യക്തിക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നുമൊക്കെ മറികടക്കാനായി ഈ വ്യക്തി ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു, അതിനുവേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നു. ഇത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ലൊരു പോസിറ്റീവ് കാര്യമാണ്, ഒരു ശുഭവാർത്ത തന്നെയാണ്. നിങ്ങൾ ഈ വ്യക്തിയുമായി ഏത് തരത്തിലുള്ള ബന്ധമാണെങ്കിൽ പോലും, ഭാര്യ ഭർത്തൃ ബന്ധമായിക്കോട്ടെ, കാമുകി കാമുകന്മാരായിക്കോട്ടെ, ഏത് തരത്തിലുള്ള ബന്ധമാണെങ്കിൽ പോലും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങൾ തമ്മിലുള്ള ഒരാത്മബന്ധം തന്നെയാണ്. അത്രയ്ക്കും ആഴമേറിയ ബന്ധമായതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ തമ്മിൽ ഇത്രത്തോളം ഈ ഒരു ജന്മത്തിൽ അടുത്തുപോയത്. ഈ ഒരു നിങ്ങളുമായിട്ടുള്ള ഈ ഒരു പ്രണയബന്ധത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഈ വ്യക്തിക്ക് പോലും ചില സമയത്ത് വളരെയധികം അതിശയം തോന്നിക്കാറുണ്ട്. കാരണം ഈ വ്യക്തിയുടെ സ്വഭാവം നിങ്ങൾ വരുന്നതിന് തൊട്ടു മുൻപ് ഒരു മനുഷ്യനും ഇഷ്ടപ്പെടാത്ത തരത്തിലുള്ള സ്വഭാവമായിട്ടാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ചിലപ്പോൾ അമിതമായിട്ട് ദേഷ്യപ്പെടുക, മോശമായിട്ടുള്ള രീതിയിൽ പെരുമാറുക, വാശി പിടിക്കുക, നിർബന്ധ ബുദ്ധി കാണിക്കുക, ദുശീലങ്ങൾ, അത്തരത്തിലുള്ള ഒട്ടനവധി മോശപ്പെട്ട സ്വഭാവ കാര്യങ്ങൾ ഉണ്ടായതായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങളുടെ വരവോടുകൂടി അല്ലെങ്കിൽ നിങ്ങളുടെ സാന്നിധ്യത്തോടു കൂടി ഈ വ്യക്തിക്ക് വളരെയധികം വിജയകരമായിട്ടുള്ള ഉയർച്ചകളാണ്, മാറ്റങ്ങളാണ് സംഭവിച്ചിട്ടുള്ളത്. അതിനെക്കുറിച്ചെല്ലാം ഈ വ്യക്തി എല്ലാ ദിവസവും ആലോചിക്കുന്നുണ്ട്. വെറുതെ ആലോചിക്കുകയല്ല, അതിശയകരമായിട്ടുള്ള രീതിയിലാണ് ഈ വ്യക്തി ആലോചിക്കുന്നത്. ഈ വ്യക്തിക്ക് എപ്പോഴും അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ആശ്ചര്യം തന്നെയാണ്, സമാധാനമാണ്. നിങ്ങളോട് നേരെ പറഞ്ഞില്ലെങ്കിൽ പോലും ഇൻഡയറക്റ്റ് ആയിട്ടെങ്കിലും മനസ്സുകൊണ്ട് ഈ വ്യക്തി നിങ്ങളോട്
നന്ദി പറയുന്നുണ്ട്. കാരണം ഈ വ്യക്തിയുടെ ഇങ്ങനത്തെ ഒരു മാറ്റത്തിന് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു മാറ്റം തന്നെയാണ്. അതുകൊണ്ട് ഈ വ്യക്തിക്ക് ജീവിതകാലം മുഴുവനും നിങ്ങളുടെ സാന്നിധ്യം വേണമെന്നുള്ള ഒരു നിർബന്ധ ബുദ്ധിയിൽ ഈ വ്യക്തി നിൽക്കുകയാണ്. ഒരുപക്ഷെ നിങ്ങൾ രണ്ടുപേരെ പിരിപ്പിച്ചു കളയാൻ, അതായത് രണ്ടുപേരെ വേർപെടുത്താൻ ഒരുപാട് ഒട്ടനവധി മനുഷ്യർ നിങ്ങൾക്ക് ചുറ്റിനും ഉണ്ടായേക്കാം. ഒരു തേർഡ് പാർട്ടി പോലെ നമുക്കിവിടെ 7 ഓഫ് കപ്സ് ലഭിച്ചിട്ടുണ്ട്. 4 ഓഫ് പെന്റക്കിൾസ് തലകുത്തനെയാണ് ലഭിച്ചിട്ടുള്ളത്. അതുപോലെ 5 ഓഫ് സോട്ട്സും ലഭിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇതൊരു വിപരീതപരമായിട്ടുള്ള ഒരു സാഹചര്യത്തെ തന്നെയാണ് കാണിക്കുന്നത്. ചിലപ്പോൾ നിങ്ങളെ രണ്ടുപേരെ വേർപെടുത്താൻ വേണ്ടി പലതരത്തിലുള്ള തന്ത്രങ്ങൾ നിങ്ങളുടെ ചുറ്റിനുമുള്ള ശത്രുക്കൾ മെനയുന്നുണ്ടാകാം. അത് ഓരോന്നോരോന്നായിട്ട് പുറത്തേക്ക് എടുക്കുന്നുണ്ടാകാം. പക്ഷേ എങ്കിൽ കൂടി അതിലൊന്നും വീണു പോകാതെ നിങ്ങളിലേക്ക് തന്നെ പൂർണ്ണമായും ശ്രദ്ധ കേന്ദ്രീകരിച്ച് വന്നുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ തമ്മിൽ എന്തൊക്കെ തരത്തിലുള്ള പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞാലും ഈ വ്യക്തി അത് മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങളുമായി അത് പറഞ്ഞ് തീർക്കാനാണ് ഈ വ്യക്തി ആഗ്രഹിക്കുന്നത്. കാരണം നിങ്ങളും കൂടെ ഈ വ്യക്തിയോട് മിണ്ടാതിരുന്നാൽ ഈ വ്യക്തി പൂർണ്ണമായും തകർന്നു പോകുന്നതായിരിക്കും. അതുപോലെ തന്നെ ഈ വ്യക്തി രാത്രികാലങ്ങളിൽ വളരെയധികം നിങ്ങളെക്കുറിച്ച് സന്തോഷകരമായ രീതിയിൽ ചിന്തിക്കുന്നുണ്ട്. നിങ്ങളുമായിട്ടുള്ള ഒരുമിച്ചുള്ള വിവാഹം 4 ഓഫ് വാണ്ട്സ് ആണ് നമ്മൾക്ക് ബോട്ടം ഓഫ് ദ ഡെക്കായിട്ട് ലഭിച്ചിരിക്കുന്നത്. അത് നിങ്ങൾക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയൊരു അംഗീകാരം തന്നെയാണ്. കാരണം ഒരു ഭാവി വധുവിൻ്റെയോ വരൻ്റെയോ ചിത്രം ഈ വ്യക്തി മനസ്സിൽ കാണുമ്പോൾ തീർച്ചയായിട്ടും അത് നിങ്ങളുടെ മുഖമാണ് ഈ വ്യക്തി മനസ്സിൽ സങ്കല്പിക്കുന്നത്. അത്തരത്തിലുള്ള സാങ്കല്പികപരമായിട്ടുള്ള ആ ഒരു ചിന്തകൾ 24 മണിക്കൂറും ഈ വ്യക്തിയുടെ മനസ്സിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നതായിട്ടാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് തന്നെ കുതിച്ചുകൊണ്ട് വരാനാണ്. കുതിച്ചു പായുന്ന ഒരു കുതിരയിൽ വാളേന്തി ധൈര്യത്തോടു കൂടി വരുന്ന ഒരു രാജകുമാരനെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അത് നിങ്ങളുടെ വ്യക്തിയായിട്ടാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. കപ്പുകളുടെ എനർജികളും കിട്ടിയിട്ടുണ്ട്. ഈ വ്യക്തി നിങ്ങളുടെ നേർക്ക് സ്നേഹത്തിന്റെ പാനപാത്രം വെച്ച് നീട്ടാനാണ് ആഗ്രഹിക്കുന്നത്. പക്ഷേ ഈ വ്യക്തിയുടെ നേർക്ക് അനവധി സ്നേഹത്തിന്റെ പാനപാത്രങ്ങൾ വെച്ച് നീട്ടുന്നുണ്ട്. അത് ഈ വ്യക്തിക്ക് വരുന്ന കല്യാണാലോചനകളോ മറ്റ് പ്രണയ അഭ്യർത്ഥനകളോ ആയിരിക്കാം. അതുകൊണ്ട് സ്നേഹത്തിന്റെ പാനപാത്രങ്ങളുടെ ഊർജം നമുക്കിവിടെ അമിതമായി കാണാനായി സാധിക്കുന്നുണ്ട്. പക്ഷേ ആ ഒരു ഫിസിക്കൽ ഇൻറ്റിമസി ആണെങ്കിലും മാനസിക ശാരീരിക അടുപ്പമാണെങ്കിലും സന്തോഷമാണെങ്കിലും അത് നിങ്ങളുമായിട്ട് തന്നെ വേണം എന്നാണ് ഈ വ്യക്തി ആഗ്രഹിക്കുന്നത്. പുറമേ ചിലപ്പോൾ നിങ്ങളോട് എനിക്കിത് മതിയായി, എന്നെ കൊണ്ട് സാധിക്കില്ല, നിങ്ങളിത് എന്നെ ഉപേക്ഷിച്ച് പോയിക്കോളൂ, എന്നെ കൊണ്ട് ഇനി സാധിക്കില്ല എന്നുള്ള രീതിയിൽ ഈ വ്യക്തി പറയുന്നുണ്ടാകാം. അത് ഈ വ്യക്തിയുടെ സാഹചര്യങ്ങൾ കൊണ്ടാണ് അത്തരത്തിൽ ഈ വ്യക്തി സംസാരിക്കുന്നത്. പക്ഷെ അതൊരിക്കലും മനസ്സിൽ നിന്നും പറയുന്നതല്ല, മനസ്സുകൊണ്ട് അത് പറയുന്നതല്ല. ഇങ്ങനെയൊക്കെ പറയുന്നതിൽ ഈ വ്യക്തിക്കും വിഷമമുണ്ട്. പക്ഷെ എങ്കിൽ പോലും ഈ വ്യക്തി പുറമെ അത് പറയുന്നത് അത് ഈ വ്യക്തിയുടെ വിഷമം കൊണ്ട് മാത്രമാണ്. അത് നിങ്ങൾ മനസ്സിലാക്കണം. ചിലപ്പോൾ നിങ്ങൾക്കത് കേൾക്കുമ്പോൾ ഒരുപാട് സങ്കടം തോന്നിക്കുന്നുണ്ടാകാം. പക്ഷെ അങ്ങനെ വിഷമിക്കേണ്ട ആവശ്യമില്ല. സാഹചര്യങ്ങൾ അനുസരിച്ചാണ് ഈ വ്യക്തിയുടെ മനസ്സിൽ നിന്നും പല കാര്യങ്ങളും വരുന്നത്. പക്ഷേ അത് ഏറ്റവും അവസാനം നിങ്ങളുമായി തന്നെ ചേർന്ന് നിൽക്കാനാണ് ഈ വ്യക്തി ആഗ്രഹിക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു കാർഡ് ലഭിക്കില്ലായിരുന്നു. വളരെയധികം സന്തോഷകരമായിട്ടുള്ള ഒരു സ്പ്രെഡ് തന്നെയാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. 8 ഓഫ് വാണ്ട്സ് സൂചിപ്പിക്കുന്നത് പോലും നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യണം, നിങ്ങളെ കോൾ ചെയ്യണം, നിങ്ങളുമായിട്ട് ഒന്ന് സംസാരിക്കണം എന്നൊക്കെ തന്നെയാണ്. ചിലപ്പോൾ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഈ വ്യക്തിക്ക് ചിലപ്പോൾ സാഹചര്യം കിട്ടുന്നില്ലായിരിക്കാം നിങ്ങളുമായി സംസാരിക്കാൻ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള സന്ദർഭങ്ങൾ ലഭിക്കുന്നില്ലായിരിക്കാം. അതുകൊണ്ട് തീർച്ചയായിട്ടും അതിനെല്ലാം മറികടന്നുകൊണ്ട് നിങ്ങളിലേക്ക് വരാൻ ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ് ഈ വ്യക്തി. കാരണം നമുക്ക് 9 ഓഫ് വാണ്ട്സും പേജ് ഓഫ് വാണ്ട്സും നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതൊരു വെയിറ്റിംഗ് എനർജീനെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന സ്പ്രെഡ്.
പേഴ്സണൽ റീഡിങ്ങിന് താല്പര്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, കമൻറ്റ് ബോക്സിലും കൊടുത്തേക്കാം. എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ ബാക്കി പേഴ്സണൽ റീഡിങ്ങിൻ്റെ വിശദാംശങ്ങൾ ഞാൻ അവിടെ പറയുന്നതായിരിക്കും. അപ്പോൾ എല്ലാ മാന്യ പ്രേക്ഷകർക്കും നന്ദിയുണ്ട് ഈ വായന കാണുന്നതിന്. 2 പ്രാവശ്യം കാണാനായി ശ്രമിക്കുക. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുക, ഷെയർ ചെയ്യുക. എല്ലാവർക്കും പുതിയൊരു വായനയിൽ കാണുന്നത് വരേക്കും നന്ദി, നമസ്കാരം. ഗോഡ് ബ്ലെസ് യു.